ഓം ശ്രീ മഹാദേവേ നമ. നമസ്തേ. ആനന്ദഭൈരവി ആസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2026 ജനുവരി 1 വ്യാഴാഴ്ച മുതൽ ഡിസംബർ 31 വ്യാഴാഴ്ച വരെയുള്ള പൂരം നക്ഷത്രക്കാരുടെ പുതിയ വർഷത്തിലെ ഫലങ്ങളാണ് നമ്മളിപ്പോൾ ചിന്തിക്കുവാൻ പോകുന്നത്. പൂരം നക്ഷത്രത്തിന്റെ അധിപൻ ശുക്രനാണ്. അത് ചിങ്ങക്കൂറിലാണ് സ്ഥിതി ചെയ്യുന്നത്. ആ കൂറിന്റെ അധിപൻ സൂര്യനുമാകുന്നു. ഇവരെ സംബന്ധിച്ചിടത്തോളം 2026 എന്ന വർഷത്തിൽ വരാൻ പോകുന്ന ഫലങ്ങൾ എന്തെല്ലാമാണ്? അവർക്ക് അവരുടെ 5ാം ഭാവത്തിന്റെയും അഷ്ടമത്തിന്റെയും അധിപനായിട്ടുള്ള വ്യാഴം 11 എന്ന ലാഭസ്ഥാനത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ജൂൺ മാസത്തിൽ ഇത് മിഥുനം രാശിയിൽ നിന്നും കർക്കിടകം രാശിയിലേക്ക് ജൂൺ 2 രാശി മാറുന്നു. അതോടുകൂടി 12ാം ഭാവത്തിലേക്ക് ഉച്ചസ്ഥനായിക്കൊണ്ട് കടന്നു വരികയാണ്. എന്നാൽ ശനി ഇവരുടെ 6, 7 എന്നീ ഭാവങ്ങളുടെ അധിപനായിക്കൊണ്ട് അഷ്ടമശനിക്കാലം നടന്നുകൊണ്ടിരിക്കുകയാണ് 2027 ജൂലൈ മാസം വരെ. അങ്ങനെ അഷ്ടമത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. രാഹു ഇപ്പോൾ 7ാം ഭാവത്തിലും ഡിസംബർ 5-ാം തീയതി 6ലേക്കും കടക്കുന്നു. ലഗ്നത്തിലൂടെ, അതായത് ചിങ്ങക്കൂറിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന കേതു ഡിസംബർ 5 12ാം ഭാവത്തിലേക്കും കടക്കുന്നു. ഇത്തരത്തിലുള്ള ഒരു ഗ്രഹനിലയിൽ അവർക്ക് ഏതെല്ലാം ഫലങ്ങളാണ് ബാധിക്കാൻ പോകുന്നത് എന്ന് നോക്കാം. പൂരം നക്ഷത്രക്കാർക്ക് പൊതുവിൽ അഷ്ടമശനിക്കാലം വളരെ കഷ്ടതരമായിക്കൊണ്ട് തന്നെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ചൊരു നിവൃത്തി അവർക്ക് ലഭിക്കുന്നത് തന്നെ 11ാം ഭാവത്തിലൂടെ സർവാഭിഷ്ട സ്ഥാനം അഥവാ ലാഭസ്ഥാനത്തിലൂടെ സഞ്ചരിക്കുന്ന വ്യാഴം അവിടെയുള്ളതുകൊണ്ടാണ്. അതും ഇനി ജൂൺ 2 കൂടിയിട്ട് 12 എന്ന മറഞ്ഞ സ്ഥാനത്തിലേക്ക് കടക്കുകയാണ്. ഇതിനിടയിൽ ഒരു കാര്യം ഓർമ്മിപ്പിക്കട്ടെ. ജാതകത്തിലെ ലഗ്നാലുള്ള ഓരോ ഗ്രഹത്തിന്റെയും ഭാവാധിപത്യം, സ്ഥാനം, നിൽപ്പ്, ബലാബലം ഇവയ്ക്കനുസരിച്ചിട്ട് ഫലങ്ങളിലും വ്യത്യാസമുണ്ടാകുന്നതാണ്. ബലവാനായിരിക്കുന്ന ഒരു നല്ല സ്ഥാനത്ത് നിൽക്കുന്ന ഗ്രഹം അതിൻ്റെ ദശ അപഹാരങ്ങളിലും ഇതുപോലെയുള്ള ചാരവശാലുള്ള ഫലങ്ങളിലും നല്ല ഫലങ്ങളെ കൂടുതൽ കൊടുക്കുന്നു, അല്ലെങ്കിൽ ദോഷഫലങ്ങളെ കുറയ്ക്കുന്നു. പൊതുവിൽ അഷ്ടമശനിക്കാലത്തിന്റെ ദുരിതഫലങ്ങൾ 2.5 വർഷക്കാലമായിട്ട് കണ്ടകശനിയായിരുന്നു. അതിനുശേഷം തുടങ്ങിയ അഷ്ടമശനി ഇനി ഏകദേശം 2 വർഷത്തിൽ താഴെ കൂടി അനുഭവിക്കേണ്ടി വരും. അതായത് 2027 ജൂലൈ മാസം വരെ. ഈ സമയത്തിനുള്ളിൽ അവർക്ക് ജീവിതത്തിൽ ഗുണദോഷ ഫലങ്ങൾ സമ്മിശ്രമായിട്ട് കടന്നുപോയേക്കാം. കാരണം ഇപ്പോൾ വ്യാഴം 11 സഞ്ചരിക്കിയാൽ കുറച്ചൊക്കെ ദുരിതങ്ങൾ കുറയുന്നു അഷ്ടമശനിയുടെ. അതിനുശേഷം ജൂൺ 2-ാം തീയതി 12ാം ഭാവത്തിലേക്ക് കടന്നു വരുന്നു. 12 രോഗദുരിതങ്ങളും കടങ്ങളുമൊക്കെ സമ്മാനിക്കുന്ന ഒരു രാശിയാണ്. അതുപോലെ അമിത ചിലവുകളും അനാവശ്യ ചിലവുകളും മറ്റും വർദ്ധിച്ചു വന്നേക്കാം. പലതരത്തിലുള്ള വീഴ്ചകൾ, ശാരീരികവും സാമ്പത്തികവുമായിട്ടുള്ള വീഴ്ചകളും, ചിലർക്ക് മാനസികമായിട്ടുള്ള വീഴ്ചകളോ തകർച്ചകളോ സംഭവിച്ചേക്കാനും ഇടയുണ്ട്. പക്ഷേ ഒരു പരിധിവരെ വ്യാഴത്തിന്റെ കർക്കിടകം രാശിയിലെ നില ഇവർക്ക് പ്രതീക്ഷിക്കുന്നത്ര കാഠിന്യം ഈ കാലഘട്ടത്തിൽ നൽകുന്നില്ല. അതായത് കടുത്ത ദുരിതങ്ങൾ നൽകുകയില്ല. ഒന്നാമത് അതിൻ്റെ കാരണം ജാതകത്തിൽ വ്യാഴം നല്ല ഭാവാധിപത്യവും നല്ല ബലത്തോടും കൂടിയാണെങ്കിൽ കടുത്ത ദുരിതങ്ങൾ ഉണ്ടാവുകയില്ല. രണ്ടാമത് വ്യാഴം കടന്നുവരുന്ന ഈ കർക്കിടകം രാശി വ്യാഴത്തിന്റെ ഏറ്റവും ഉച്ചസ്ഥാനമാണ്. അതായത് വ്യാഴത്തിന് ഏറ്റവും ബലം നൽകുന്ന രാശിയാണ് 12 രാശികളിൽ വെച്ച്. അതുകൊണ്ട് തന്നെ ബലവാനായിട്ടുള്ള ഏതൊരു ഗ്രഹവും ദോഷഫലങ്ങൾ വളരെ കുറച്ചു മാത്രമേ നൽകുകയുള്ളൂ എന്നുള്ള പ്രമാണപ്രകാരം നമുക്ക് നല്ല ഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. മാത്രമല്ല, ഇവിടെ നിന്നുകൊണ്ട് വ്യാഴം അതിൻ്റെ 9ാം ദൃഷ്ടി കൊണ്ട് പൂരം നക്ഷത്രക്കാരുടെ അഷ്ടമ ശനിയെ വീക്ഷിക്കുന്നു. അതായത് അഷ്ടമശനി തരാനിരിക്കുന്ന ദുരിതങ്ങളെ ഒരു പരിധിവരെ വ്യാഴം തടുക്കുന്നു, അല്ലെങ്കിൽ നിർവീര്യമാക്കുന്നു. വ്യാഴം അവിടെ നിന്ന് മാറി പോകുന്ന കാലഘട്ടം വരെ, അതായത് 2027
ജനുവരി 24 വരെ ഈ ഒരു അനുഗ്രഹം അവർക്ക് ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ ദുരിതങ്ങളിൽപ്പെട്ട് കൈകാലിട്ടടിക്കുന്നവർ സമാധാനിക്കുക. നിങ്ങൾക്ക് വ്യാഴപ്പകർച്ച ഒരു പരിധിവരെ നല്ല ഫലങ്ങൾ കൊണ്ടുവരും, അല്ലെങ്കിൽ ദുരിതത്തിന്റെ കാഠിന്യം കുറയ്ക്കും. ഇനി ഏതെല്ലാം ഭാവങ്ങളിൽ ഈ ഗ്രഹങ്ങളുടെ പ്രഭാവങ്ങൾ പ്രതിഫലിക്കും എന്ന് നോക്കാം. അഷ്ടമശനി എല്ലാ തരത്തിലുമുള്ള കഷ്ടങ്ങളെ, സാമ്പത്തികവും പ്രധാനമായിട്ടും മനുഷ്യന്റെ സന്തോഷങ്ങളെയും സമാധാനത്തെയും കൂട്ടുന്നതും കുറയ്ക്കുന്നതും ധനം തന്നെയാണല്ലോ, ആരൊക്കെ സമ്മതിച്ചാലും ഇല്ലെങ്കിലും. അപ്പോൾ അഷ്ടമത്തിൽ നിൽക്കുന്ന ശനി പലപ്പോഴും ധനത്തിന് ഞെരുക്കമുണ്ടാക്കുന്നു. വ്യാഴം ഏറ്റവും നല്ലൊരു ഭാവത്തിലൂടെ സഞ്ചരിക്കൊണ്ട് തീർത്തും നിങ്ങളുടെ ജീവിതം വഴിമുട്ടിപ്പോകുന്നില്ല എന്ന് മാത്രം. ഇനി 7ാം ഭാവത്തിലൂടെ സഞ്ചരിക്കുന്ന രാഹു പലതരത്തിലുള്ള ചതിക്കുഴികളിൽ നിങ്ങളെ വീഴ്ത്തിയേക്കാം. സുഹൃത്തുക്കൾ, പങ്കാളികൾ, അതിപ്പോൾ ജീവിത പങ്കാളിയായാലും പ്രണയികളായാലും അല്ലെങ്കിൽ കൂട്ടു ബിസിനസ് നടത്തുന്നവരായാലും നിങ്ങളെ ചതിച്ചേക്കാനിടയുണ്ട്. അതുപോലെ ലഗ്നത്തിലൂടെ, അതായത് നിങ്ങളുടെ കൂറിലൂടെ സഞ്ചരിക്കുന്ന കേതു നിങ്ങളെ അത്യന്തം പ്രകോപിതരും ഉള്ളവരെ വെറുപ്പിക്കുന്ന തരത്തിലുള്ള സ്വഭാവ സവിശേഷതകൾ ഉള്ളവരുമായി മാറ്റിയേക്കാം. ഉള്ളവരുമായിട്ട് പെട്ടെന്ന് വാക്കുതർക്കങ്ങളിൽ ഏർപ്പെടുക, മോശഭാഷണങ്ങൾ ഉണ്ടാവുക തുടങ്ങിയ സംഭവങ്ങൾ ജീവിതത്തിൽ പൊടുന്നനെ സംഭവിച്ചേക്കാം. ശിരോസംബന്ധമായിട്ടും മൂത്രസംബന്ധമായിട്ടും മറ്റുമുള്ള അസുഖങ്ങളും നിങ്ങളെ ഈ കാലയളവിൽ വേട്ടയാടിയേക്കാൻ ഇടയുണ്ട്. പ്രമേഹം, കരൾ രോഗങ്ങൾ മുതലായവയുള്ളവരും വളരെയധികം ശ്രദ്ധയോടെ ഈ കാലഘട്ടത്തിൽ കഴിയേണ്ടതാണ്. പ്രണയബന്ധങ്ങൾ തകരുക, വിവാഹബന്ധങ്ങൾ തകരുക, അല്ലെങ്കിൽ കേസുകളിലും മറ്റും പെടുക, അത് കുടുംബ സംബന്ധമായാലും ബിസിനസ് സംബന്ധമായാലും കേസുകളിലും മറ്റും ചെന്നുപെടേണ്ട അവസ്ഥകൾ മുതലായവ സംഭവിച്ചേക്കാം. അവിടെ നിന്നുകൊണ്ട് ശനി തന്റെ 3ാം ദൃഷ്ടി കൊണ്ട് പൂരം നക്ഷത്രക്കാരുടെ 10ാം ഭാവത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്നു. 10ാം ഭാവം എന്നാൽ തൊഴിൽ സ്ഥാനമാണ്. അതുകൊണ്ട് തന്നെ ആ ശനിയുടെ ദൃഷ്ടി തൊഴിൽ സ്ഥാനത്തെ മന്ദഗതിയിലാക്കുന്നു. പ്രൈവറ്റ് ആയിട്ടുള്ള ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്നവർ പെട്ടെന്നുള്ള സ്ഥാനമാറ്റങ്ങൾ അല്ലെങ്കിൽ ജോലി നഷ്ടങ്ങൾ തുടങ്ങിയവ സംഭവിച്ചേക്കാം. പ്രതീക്ഷിച്ചിരുന്ന പല ജോലിക്കുള്ള പ്രവേശന ലെറ്ററുകൾ കിട്ടാതിരിക്കുക, അതൊരിക്കലും കിട്ടാതിരിക്കുക അല്ലെങ്കിൽ കിട്ടാൻ വൈകുക, എത്ര ശ്രമിച്ചിട്ടും ജോലിയിൽ പ്രവേശിക്കാൻ കഴിയാതിരിക്കുക, റാങ്ക് ലിസ്റ്റുകളിലും മറ്റും പേരുണ്ടായിട്ടും വിളിക്കാൻ വൈകുക, അല്ലെങ്കിൽ അങ്ങനെ വിളിക്കാൻ വൈകുന്നത് മൂലം കാലാവധി കഴിഞ്ഞു പോവുക തുടങ്ങിയ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ ജീവിതത്തിൽ തൊഴിലുമായി ബന്ധപ്പെട്ടുണ്ടായേക്കാം. ഇതും അല്ലെങ്കിൽ തൊഴിൽ സ്ഥാനത്ത് സഹപ്രവർത്തകർ അല്ലെങ്കിൽ കീഴ് ജീവനക്കാർ തമ്മിൽ വാക്കുതർക്കങ്ങൾ, മറ്റു വഴക്കുകൾ തുടങ്ങിയവ ഉണ്ടായിട്ട് തൊഴിൽ തടസ്സങ്ങൾ, തൊഴിൽ തർക്കങ്ങൾ മുതലായവ ഉണ്ടാവുക, അതിന് പ്രകാരം കോടതിയോ പോലീസ് സ്റ്റേഷനിലോ കയറേണ്ടി വരിക തുടങ്ങിയ അവസ്ഥകൾ ഉണ്ടായേക്കാം. ആത്യന്തികമായി അവസാനം ചിലപ്പോൾ നിങ്ങൾക്ക് വിജയമുണ്ടാകും. എന്നിരുന്നാലും കടുത്ത മാനസിക സമ്മർദ്ദമുള്ള സമയങ്ങളിലൂടെ കടന്നു പോകേണ്ടതായിട്ട് വന്നേക്കാം. സഹോദരങ്ങൾക്ക് സന്തോഷകരങ്ങളായിട്ടുള്ള എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടായേക്കാനിടയുണ്ട്. വർഷം പകുതിക്ക് ശേഷം വീടുപണി മുതലായവ മുടങ്ങിക്കിടന്നവർക്ക് അത് പുനരാരംഭിക്കുവാൻ അല്ലെങ്കിൽ പുതിയ വീട് പണിയുവാൻ, വീട്, വാഹനം മുതലായവയുടെ ക്രയവിക്രയങ്ങൾ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ബിസിനസ്സുകൾ നടത്തുന്നവർക്കും മറ്റും അനുകൂലമായ സന്ദർഭങ്ങൾ ഉണ്ടായി വന്നേക്കാം. അതായത് വ്യാഴം കർക്കിടകം രാശിയിലേക്ക് പ്രവേശിച്ചതിനു ശേഷം കുറച്ചു സമാധാനം നിങ്ങളുടെ ജീവിതത്തിൽ വന്നുചേരുന്നതാണ്. അതുപോലെ ആ കർക്കിടക മാസത്തിനു ശേഷം തീർത്ഥസ്നാനങ്ങൾ, തീർത്ഥസ്ഥലങ്ങൾ മുതലായവ അല്ലെങ്കിൽ തീർത്ഥാടനങ്ങൾ മുതലായവ നടത്തിയേക്കാൻ ഇടയുണ്ട്. വയറു സംബന്ധമായ അസുഖങ്ങളെ വീണ്ടും പ്രതീക്ഷിക്കേണ്ടതാണ് ഈ സമയത്ത്. അതുപോലെ കണ്ണുകളും ശ്രദ്ധിക്കുക. രഹസ്യമായിട്ടുള്ള പല ബന്ധങ്ങളിലും സൗഹൃദങ്ങളിലും മറ്റും ചെന്നു ചാടിയേക്കാൻ ഇടയുണ്ട്. അതുമൂലമുള്ള പ്രശ്നങ്ങളെയും ചിലപ്പോൾ നേരിടേണ്ടി വന്നേക്കാം. പ്രണയബന്ധങ്ങൾ വിവാഹത്തിൽ കലാശിച്ചേക്കാം ജൂൺ മാസത്തിനു ശേഷം.
എന്നാൽ ചില ബന്ധങ്ങൾ കോടതി കയറേണ്ടുന്ന അവസ്ഥകളും മറ്റും ഉണ്ടാക്കിയേക്കാനിടയുണ്ട്. വിദേശങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് ജീവിതം വളരെ പരുങ്ങലിലായേക്കാനിടയുണ്ട്. എന്നാൽ വിദേശത്തേക്ക് പോകാൻ ശ്രമിക്കുകയാണെങ്കിൽ ഇവർക്ക് പോകാനുള്ള തടസ്സങ്ങൾ മാറിക്കിട്ടുകയും പോകാൻ സാധിക്കുകയും ചെയ്യുന്നതാണ്. അത് ബിസിനസ്സിന് വേണ്ടിയായിരുന്നാലും ഉപരിപഠനത്തിന് വേണ്ടിയായിരുന്നാലും. സന്താനങ്ങളെ കൊണ്ട് വർഷം പകുതി വരെ സന്തോഷിക്കത്തക്കതായിട്ടുള്ള എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായേക്കാനിടയുണ്ട്. സന്താനങ്ങൾക്ക് ജോലി അല്ലെങ്കിൽ അവരെ ചൊല്ലി അഭിമാനിക്കാൻ പറ്റിയ എന്തെങ്കിലും അവസരങ്ങൾ കൈവന്നേക്കാം. സന്താനഭാഗ്യമില്ലാതിരുന്നവർക്ക് ഈ സമയത്ത് സന്താനങ്ങൾ ഉണ്ടാകാനും ഇടയുണ്ട്. സമയത്ത് വളരെ പണച്ചിലവുള്ള വഴിപാടുകൾ അല്ലെങ്കിൽ നേർച്ചകളൊന്നും ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ സ്വന്തം മനസ്സ്, ബുദ്ധി എന്നിവയും സമയം മുതലായവയും സമർപ്പിച്ചുകൊണ്ട് ഉള്ള നാമജപങ്ങൾ, കീർത്തന ആലാപനങ്ങൾ, ക്ഷേത്ര ദർശനങ്ങൾ, പ്രദക്ഷിണങ്ങൾ, വ്രതങ്ങൾ മുതലായവ ചെയ്യുന്നത് വളരെയധികം ഗുണകരമാണ്. കുടുംബക്ഷേത്ര ദർശനം പ്രധാനമാണ്. അതുപോലെ ദേശദേവതാ ദർശനവും സർപ്പക്കാവിലുള്ള വിളക്കുവയ്പോ അല്ലെങ്കിൽ പാലും നടത്തുക മുതലായവയും ചെയ്തുകൊണ്ടിരിക്കുക. വിഷ്ണു സഹസ്രനാമം, ദേവീ സഹസ്രനാമം, ശിവസഹസ്രനാമം മുതലായവയോ പഞ്ചാക്ഷരി മന്ത്രം, ദ്വാദശാക്ഷരി മന്ത്രം മുതലായവയുടെ നിത്യജപമോ ചെയ്യുന്നതും ഉചിതമായിരിക്കും. തുളസി തുടങ്ങി ക്ഷേത്രത്തിൽ ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ ഉപയോഗിക്കുന്ന തരത്തിലുള്ള പുഷ്പങ്ങളും ഇലകളും നട്ടുവളർത്തി പരിപാലിച്ച് അവ ക്ഷേത്രത്തിലേക്ക് സമർപ്പിക്കുന്നത് ഏറ്റവും ദോഷശാന്തി തരുന്ന കാര്യങ്ങളാണ്. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്കെല്ലാം ഈ ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുവാനും അഭ്യർത്ഥിക്കുന്നു. അരികിലുള്ള ബെൽ ബട്ടൺ അമർത്തി ഓൾ എന്ന് കൊടുത്താൽ ഇനി വരുന്ന എല്ലാ വീഡിയോകളും തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരുവാൻ മടി കാണിക്കരുതേ. നന്ദി, നമസ്കാരം.